ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. സംസാരിക്കുന്ന പ്രാവ് എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി റിവിഷനാണ് ഈ ക്ലാസ്സിൽ മിസ് തരുന്നത്. ക്രിസ്മസ് വെക്കേഷന് ശേഷമാണ് എക്സാം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പാഠം നന്നായി നമുക്ക് റിവിഷൻ ചെയ്യാം. ആദ്യം നമ്മൾ പഠിച്ചത് പുതിയ പദങ്ങളാണ് അല്ലേ? പറയൂ. യഥേഷ്ടം, യജമാനൻ, ആശംസകൾ, കുപ്പക്കുഴി, ദുസ്സഹം, ദീർഘയാത്ര, ഗ്രാമപ്രദേശം, അപരിചിതം, അഭിവാദനങ്ങൾ, അവിശ്വസനീയം. അർത്ഥം പഠിക്കാം. ദുസ്സഹം, സഹിക്കാൻ കഴിയാത്ത. കെഞ്ചുക, താണ് വീണ് അപേക്ഷിക്കുക. അഭ്യർത്ഥന, അപേക്ഷ. അവിശ്വസനീയം, വിശ്വസിക്കാൻ കഴിയാത്ത. അഭിവാദനം, വന്ദനം. യഥേഷ്ടം, ഇഷ്ടത്തിനനുസരിച്ച്. പലതവണ എഴുതി പഠിക്കാം. വിപരീത പദങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. സാധാരണം, അസാധാരണം. പരിചിതം, അപരിചിതം. വിശ്വസനീയം, അവിശ്വസനീയം. രക്ഷ, ശിക്ഷ. പര്യായം പറയാം. മരം, തരുവൃക്ഷം. യാത്ര, സഞ്ചാരം, അയനം. വഴി, വീഥി, സരണി. അടുത്തത് നോക്കൂ. ആ ചേർത്ത് വിപരീത പദങ്ങൾ ഉണ്ടാക്കാം. ശ്രദ്ധ, അശ്രദ്ധ. ശ്രദ്ധയുടെ മുൻപിൽ ആ ചേർത്താൽ മതി. സത്യം, അസത്യം. സഹ്യം, അസഹ്യം. സന്തുഷ്ടൻ, അസന്തുഷ്ടൻ. അടുത്ത പ്രവർത്തനമാണ് പിരിച്ചെഴുതുക. വളർത്തിയിരുന്നു, വളർത്തി പ്ലസ് ഇരുന്നു. പാറിപ്പറക്കാൻ, പാറി പ്ലസ് പറക്കാൻ. വശമുണ്ടായിരുന്നു, വശം പ്ലസ് ഉണ്ടായിരുന്നു. പിടഞ്ഞുണർന്ന്, പിടഞ്ഞ് പ്ലസ് ഉണർന്ന്. ആകാശത്തിനപ്പുറം, ആകാശത്തിന് പ്ലസ് അപ്പുറം. വാക്കുകൾ ഉണ്ടാക്കുക. സഞ്ചാരം, രൂപം, മീൻ, സാരി, ഭയം, കൊതി. ഉത്തരം കണ്ടെത്തുക. പ്രാവിന് ജീവിതം ദുസ്സഹമായി തോന്നിയത് എന്തുകൊണ്ട്? വിശാലമായ ആകാശത്ത് പറക്കാൻ കഴിയാത്തതിനാൽ പ്രാവിന് ജീവിതം ദുസ്സഹമായി തോന്നി. വിശാലമായ ആകാശത്ത് പറക്കാൻ കഴിയാത്തതിനാൽ പ്രാവിന് ജീവിതം ദുസ്സഹമായി തോന്നി. വളർത്തുപ്രാവിന്റെ വിശേഷങ്ങൾ പറയുന്നത് കേട്ട പ്രാവുകൾക്ക് എന്താണ് സംഭവിച്ചത്? പ്രാവുകൾ ഓരോന്നായി ചത്തുവീണു. പ്രാവുകൾ ഓരോന്നായി ചത്തുവീണു. ഉത്തരം കണ്ടെത്തുക എന്നുള്ള പ്രവർത്തനത്തിൽ പറഞ്ഞു പഠിക്കാൻ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞു പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. 2 ചോദ്യത്തിന് ഉത്തരമാണ് എഴുതി തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞിരുന്നു. പ്രാവിന്റെ ജീവിതത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. യജമാനനോട് വളർത്തുപ്രാവ് ആവശ്യപ്പെട്ട ഉപകാരം എന്തായിരുന്നു? എന്തുപകാരമാണ് പറഞ്ഞത്? യജമാനൻ സഞ്ചരിക്കുന്ന വഴിയിൽ കാണുന്ന മറ്റു പ്രാവുകളോട് വളർത്തുപ്രാവിന്റെ അഭിവാദനം അറിയിക്കണം. ആശംസകളും അഭിവാദനങ്ങളും അറിയിക്കണം. വളർത്തുപ്രാവിന്റെ വിശേഷങ്ങൾ പറയുന്നത് കേട്ട പ്രാവുകൾക്ക് എന്താണ് സംഭവിച്ചത്? അത് നമ്മൾ പറഞ്ഞു അല്ലേ? അത് ചത്തുവീണു. പ്രാവുകൾ എന്തുപായമാണ് വളർത്തുപ്രാവിന് കാണിച്ചു കൊടുത്തത്? കൂട്ടിൽ ചത്തതുപോലെ കിടന്നാൽ യജമാനൻ എടുത്ത് പുറത്തെറിയും. അങ്ങനെ ആകാശത്തേക്ക് പറന്ന് രക്ഷപ്പെടാമെന്ന ഉപായം. മക്കള് പാഠത്തിലെ പ്രവർത്തനങ്ങളെല്ലാം എഴുതി പഠിക്കുക. അതിനുശേഷം പാഠം വായിച്ച് നന്നായി വായിക്കുന്ന വീഡിയോസൊക്കെ അയച്ചു തരിക. കോപ്പി വർക്ക് ഉണ്ട്. വള, വളം. ഓക്കെ, താങ്ക് യു.